GAB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ പാമിസ്ട്രിയുടെ വിവിധ വശങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം ചില മാസങ്ങളിൽ ജനിച്ച ആളുകളുടെ ചില പ്രധാന സ്വഭാവങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ അസ്ട്രോളജിയിൽ നക്ഷത്രങ്ങളിൽ തമ്മിൽ ഏതെല്ലാം നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തമില്ല എന്നുള്ളതും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അത്യപൂർവ രേഖയെപ്പറ്റിയാണ്. ഒരു അത്യപൂർവ രേഖ, കൈരേഖയിൽ വരുന്ന ഒരു അത്യപൂർവ രേഖ. ഇത്തരമൊരു രേഖയുണ്ടെങ്കിൽ വളരെയധികം ബിസിനസ് ജയം, ധനലാഭം തുടങ്ങിയവയെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിൻ്റെ ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇമേജിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തീർന്നിട്ടില്ല. ഇതിന് ശേഷം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിർത്തരുത്, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം അസ്ട്രോളജിയുടെ ചില കാര്യങ്ങളും അതുപോലെ തന്നെ ചില മാസങ്ങളിൽ ജനിച്ച ആളുകളുടെ സ്വഭാവ സവിശേഷതകളും തുടങ്ങിയവയെല്ലാം ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇമേജിലേക്ക് പോകാം. ഇതാണ് ഇമേജ്. അപ്പോൾ നമുക്ക് ഓർമ്മ പുതുക്കാനായിട്ട് ഇവിടെ പറയാം. ഈ ഇമേജിൽ ഞാൻ ഭാഗ്യരേഖ വരച്ചിട്ടില്ല. പഴയ വീഡിയോകൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാമിസ്ട്രി മല്ലു എന്ന് പറയുന്ന ഫുൾ പ്ലേലിസ്റ്റ് കാണുക. കൂടുതൽ അസ്ട്രോളജിയെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അസ്ട്രോളജി 2025 എന്ന് പറയുന്ന ആ ഫുൾ പ്ലേലിസ്റ്റ് ഒന്ന് കാണുക, മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന രേഖയാണ് ആയുർരേഖ, ഈ കാണുന്നത് ശിരോരേഖ, ഈ കാണുന്നതാണ് നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോരേഖ എന്ന് പറയും. ഇതിലെ ഇങ്ങോട്ട് വരുന്നൊരു രേഖയാണ് ഭാഗ്യരേഖ. പക്ഷേ ഈ പടത്തിൽ ഞാൻ ഭാഗ്യരേഖ വരയ്ക്കുന്നില്ല. ഇതിൽ പറയുന്നത് ഇതാ ഇവിടുന്ന് ഇതുപോലൊരു രേഖ ഇങ്ങനെ പോയിട്ട് നമ്മുടെ ചെറുവിരലിന് താഴെയായിട്ട് അവസാനിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് വളരെയധികം സാമ്പത്തികമായ ഉയർച്ച നമുക്ക് ലഭിക്കുന്നു. വീട്, സ്വത്ത്, സ്ഥലം തുടങ്ങിയവ എല്ലാം ലഭിക്കുന്നു. കലാകായികപരമായ സകല കാര്യങ്ങളിലും പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയിക്കുമെന്നും അങ്ങനെയുള്ള സകല യോഗങ്ങളും തരുന്നതായ ഒരു രേഖയാണ് ഈ കാണുന്ന രേഖ, മനസ്സിലാക്കുക. ഇത്തരം ഒരു അപൂർവ രേഖ നിങ്ങളുടെ കൈകളിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരുടെ കയ്യിൽ, നിങ്ങളുടെ മാതാപിതാക്കളുടെ കയ്യിൽ, നിങ്ങളുടെ മക്കളുടെ കയ്യിൽ, ആരുടെയെങ്കിലും കയ്യിൽ ഇതുപോലൊരു രേഖ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ ചൂണ്ടുവിരലിൻ്റെ താഴെയായിട്ട് രേഖകൾ വരുന്ന സൈനുകൾ വരുന്ന കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ചൂണ്ടുവിരൽ കൊണ്ട് എന്നും നേടാമെന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണുക, അപ്പോൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഓരോ മാസങ്ങളിൽ ജനിക്കുന്ന ആളുകൾക്ക് 27 നക്ഷത്രമാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോ മാസങ്ങളിലും ജനിക്കുന്ന ആളുകൾക്ക് 27 നക്ഷത്രമുള്ളതാണല്ലോ. ഓരോ മാസത്തിന് ജനിക്കുന്നതിനനുസരിച്ച് ഓരോരോ പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആദ്യകാലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഗ്യാപ്പിനിടയിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അസ്ട്രോളജിയിൽ വരുന്ന യോഗങ്ങളെ പറ്റിയായിരുന്നു. ഒരുവിധം ഒട്ടുമിക്ക യോഗങ്ങളെപ്പറ്റിയും ഞാൻ സംസാരിച്ച് കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ളതെല്ലാം ഒരുമാതിരി നീച ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ള യോഗങ്ങളാണ്. അപ്പോൾ അതേപ്പറ്റി ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. കാരണം നല്ല കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചാനലിലൂടെ സംസാരിക്കാം. ടെൻഷനോ പേടിയോ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് നല്ല യോഗങ്ങളെപ്പറ്റി മാത്രം സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ട് നല്ല യോഗങ്ങളെപ്പറ്റിയെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 100 കണക്കിന് യോഗങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ യോഗങ്ങളെപ്പറ്റി നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ പാമിസ്ട്രി മല്ലു എന്ന് പറയുന്നതിൻ്റെ ലാസ്റ്റുള്ള സീരീസിലെ കുറേ വീഡിയോകൾ കാണുവാണ് മനസ്സിലാവും. അതുപോലെ തന്നെ പൊരുത്ത നക്ഷത്രങ്ങളെപ്പറ്റി പറയും. അത് കുറേ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊരുത്ത നക്ഷത്രങ്ങളെപ്പറ്റി കൂടുതലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പൊരുത്തം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സിസ്റ്റം, അപ്പോൾ ആകർഷണ വികർഷണങ്ങൾ എങ്ങനെയാണ് നക്ഷത്രങ്ങൾ തമ്മിൽ കാണുമ്പോഴുള്ള അകൽച്ചകൾ സംഭവിക്കുന്നത് തുടങ്ങിയവയെ പറ്റിയെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസ്ട്രോളജി 2025 എന്നുള്ള വീഡിയോയും പാമിസ്ട്രി മല്ലു എന്ന് പറയുന്ന പ്ലേലിസ്റ്റും കംപ്ലീറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും. വളരെയധികം നല്ല രീതിക്ക് ഞാൻ അതേപ്പറ്റി വിശദമാക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. മാത്രമല്ല ഇന്നത്തെ വീഡിയോയിലും അല്പം കൂടി വിശദമാക്കി ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന മാസം നമുക്ക് നോക്കാം. ഏതാണെന്ന് നോക്കാം. ഏപ്രിൽ മാസത്തിൽ ജനിക്കുന്ന ആളുകളുടെ പ്രത്യേകതകളാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകും. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ പറയുന്ന 3 മാസങ്ങളെപ്പറ്റിയും ജനിക്കുന്ന ആളുകളുടെ സ്വഭാവത്തെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിൽ ജനിക്കുന്ന ആളുകളുടെ സ്വഭാവം. ഏപ്രിൽ മാസത്തിൽ ജനിക്കുന്നവർ ധാരാളം ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് അപഗ്രഥനം നടത്തി
വലിയ പഠനങ്ങളൊക്കെ നടത്തിയ ശേഷമാണ് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ആളുകളാണ് ഏപ്രിൽ മാസത്തിൽ ജനിക്കുന്നത്. അതുപോലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ളവരാണ്. പല കാര്യത്തെപ്പറ്റിയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇവർക്കുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, ഏതൊരു കാര്യമായിക്കോട്ടെ, അവർക്ക് വ്യത്യസ്തമായ പല പല കാഴ്ചപ്പാടുകൾ ഇതിനെപ്പറ്റിയുണ്ട്, പല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബിസിനസ് വളരെ അനുയോജിച്ച ഒരു കാര്യമാണ്, അനുയോജ്യമായ ബിസിനസ്. അപ്പം ഇഷ്ടമുള്ള ബിസിനസ്സുകൾ ഇവർ ഏത് ബിസിനസ് മേഖലയിലും കൈവച്ചാൽ വിജയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ 27 നക്ഷത്രക്കാർക്കും അതൊരു പൊതു വിഷയമാണ്. ആ മാസത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് ഒരു പൊതു പ്രശ്നം ഇതായിട്ട് കൊടുക്കുന്നതാണ്, പൊതു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നക്ഷത്രത്തിൻ്റെ ഫലം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ ജനിക്കുന്ന ഒരു ബിസിനസ് വളരെ അനുയോജ്യമാണ്. അവരുടെ ജീവിതത്തിൽ വളരെയധികം വിജയിക്കുന്ന ആളുകളാണ്. പ്രാക്ടിക്കലായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ആളുകളാണ്. അത് പ്രാക്ടിക്കലായിട്ട് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റിമെൻഷനുകളുടെ പിന്നാലെ അല്ലെങ്കിൽ സാമ്പത്തികം കുറച്ച് മതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിലല്ല, പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ ഉന്നതിയിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നതും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടെ കാര്യങ്ങളെ അപഗ്രഥിച്ച് പഠിച്ച് സമീപിക്കുന്നതുകൊണ്ട് തന്നെ ബിസിനസ് മേഖലയിലേക്ക് പോകാനായിട്ട് കഴിവുള്ള ആളുകളാണ് ഏപ്രിൽ മാസത്തിൽ ജനിക്കുന്നത്. അതുപോലെ തന്നെ തത്വചിന്തകളുണ്ട്. തത്വചിന്തകൾ വെച്ച് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അതൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെ ഗൗരവമായിട്ട് നോക്കിക്കാണുന്നവരാണ്. സ്വന്തം ഭാവി, കുടുംബത്തിൻ്റെ ഭാവി, മക്കളുടെ ഭാവി തുടങ്ങിയവ എല്ലാ കാര്യങ്ങളും വളരെയധികം ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു സ്വഭാവ സവിശേഷത ഈ പറയുന്ന ഏപ്രിൽ മാസത്തിൽ ജനിക്കുന്നവർക്കുണ്ട്. അടുത്തത് നേതൃത്വ പാഠവം. നേതൃത്വ പാഠം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ വളരെയധികം ലീഡർഷിപ്പ് നിൽക്കുക, അല്ലെങ്കിൽ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കാര്യങ്ങൾ, ഏതൊരു കാര്യത്തിനും ഒരു ലീഡറായി നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള കഴിവ്, നേതൃത്വ പാഠവം തുടങ്ങിയവയെല്ലാം ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആളുകൾക്കുണ്ട്. അതുപോലെ തന്നെ നല്ല അഭിപ്രായങ്ങൾ പറയുക, ഏതൊരു കാര്യത്തെക്കുറിച്ചും നല്ല ഒരു അഭിപ്രായം പറയാനുള്ള കഴിവ് ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആളുകൾക്കുണ്ട്. അപ്പോൾ അഭിപ്രായത്തിനുള്ള ഒരു ഭയങ്കര അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും. അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആളുകൾക്കുണ്ട്. ശക്തമായ ഒരു വ്യക്തിത്വമായിരിക്കും. ശക്തമായ വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും മുമ്പിൽ അടിയറവ് വെക്കുകയോ അല്ലെങ്കിൽ തോൽവി സമ്മതിക്കുകയോ ചെയ്യുന്ന കൂട്ടത്തിലല്ല ഏപ്രിൽ മാസത്തിൽ ജനിക്കുന്നവർ. കൂടുതലും സിനിമ, സീരിയൽ മേഖല, സെലിബ്രിറ്റി മേഖലയിലൊക്കെ കൂടുതലായിട്ട് വരുന്ന ആളുകൾ ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആളുകളാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും അവർ അധികമായി ചിന്തിക്കാതെ സ്വന്തം കാര്യങ്ങളിൽ അവർ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. കൂടുതലും അവർ അങ്ങനെ അനാവശ്യമായിട്ട് വേറെ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മവിശ്വാസം കൂടുതലാണ്. അതുപോലെ സുഹൃത്തുക്കളുടെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് എടുക്കാനുണ്ട്. സൗന്ദര്യമുള്ള ആളുകളുമുണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ മാർക്കറ്റിംഗ് രീതി അവർക്ക് നല്ല കഴിവാണ്. ബിസിനസ് മേഖല ഞാൻ ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം നല്ല രീതിയിൽ ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുപോലെ ചില സമയങ്ങളിൽ മുൻകോപവും എടുത്തിയാട്ടവും ഒക്കെ ഉണ്ട്. ചില സമയങ്ങളിൽ ചില പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഏറ്റെടുക്കാനായിട്ട് ചിലപ്പോൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായ ചില അവസരങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആത്മവിശ്വാസം കൊണ്ട് അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. നിയമപരമായ കാര്യങ്ങൾ പഠിക്കാനും അതിൽ ജോലി ചെയ്യാനും പ്രവർത്തിക്കാനും ഇവർക്ക് താല്പര്യമുണ്ട്. നിയമപരമായിട്ട് അഡ്വക്കേറ്റ് ആവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്ചാതുര്യം, ധാരാളം വാചാലമായി സംസാരിക്കാനുള്ള കഴിവ് തുടങ്ങിയവയെല്ലാം ഇവർക്കുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന, വീഡിയോയിൽ അഭിനയിക്കുന്നത്, ഞാൻ പറഞ്ഞ സിനിമ, സീരിയൽ മേഖലകളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് ഉയരാനുള്ള കഴിവുകൾ ഇവർക്ക് വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റിങ്, ഷൂട്ടിങ് തുടങ്ങിയവയെല്ലാം ഇവർക്ക് വളരെയധികം ഉണ്ട്, വളരെയധികം കഴിവുകളുണ്ട് ആ ഒരു കാര്യം. അതുപോലെ ഗൗരവപരമായ തീരുമാനം എടുക്കുന്നത് ജോലി വിഷയം, ജീവിതത്തിൻ്റെ ഗതി എങ്ങോട്ട് പോകണം, അതുപോലെ തന്നെ സ്വന്തം കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്, എന്തെല്ലാം കോഴ്സുകൾ പഠിപ്പിക്കും, ഇതിലെല്ലാം നേരത്തെ തന്നെ അടുക്കും ചിട്ടയുമായിട്ട് ഇവരൊരു തീരുമാനങ്ങൾ ചെയ്തു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകതകളായിട്ട് നമ്മൾ പറയും. ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മളിവിടെ നക്ഷത്രങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ്. ആഷണത്തെയും വർഷണത്തെപ്പറ്റിയും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്തെന്ന് ഞാനൊന്നുകൂടി ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഒന്നുകൂടി വിശദമാക്കാം. നമ്മുടെ കാന്തിക മണ്ഡലം ഇപ്പം അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളെയാണ് തിരിച്ചിരിക്കുന്നത്. ഈ 27 നക്ഷത്രക്കാർക്കും തമ്മിൽ വീതിച്ച് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് വികർഷണം, പിന്നൊന്ന് ആകർഷണം. എന്താണ് വികർഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കാന്തം, ചെറിയ കാന്തം,
വട്ടത്തിരിക്കുന്ന ഒരു കാന്തമാണെങ്കിൽ അതിനെ രണ്ടായിട്ട് പൊട്ടിക്കുകയാണെന്ന് കരുതുക. പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഈ വശങ്ങൾ ഇങ്ങനെ ചേരുന്ന വശങ്ങൾ നമ്മൾ വട്ടം പൂർത്തീകരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുപോകുകയാണ്, അത് യോജിക്കും. പകരം അതിനെ ഇങ്ങനെ തിരിച്ച ശേഷം ഇങ്ങനെ യോജിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ശക്തമായിട്ട് ഇങ്ങനെ ഒരു ബലം നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. കാരണം വെച്ചാൽ ശക്തമായിട്ട് ഇങ്ങോട്ട് എന്തോ തള്ളുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതിൻ്റെ പേരാണ് വികർഷണം എന്ന് പറയും. അതായത് ഒന്നുകിൽ ആകർഷിക്കുക അല്ലെങ്കിൽ വേർഷിക്കുക. ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടി വെട്ടുക, വേർഷിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് രണ്ട് വശത്തേക്ക് അകന്നു മാറുക. ഇതുപോലെ തന്നെ 27 നക്ഷത്രങ്ങളിൽ തമ്മിൽ ഇഷ്ടമില്ലാത്ത ഒരു ലിസ്റ്റ് നക്ഷത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വികർഷണം നടക്കുന്ന നക്ഷത്രങ്ങളുള്ളത് അശ്വതിക്ക്. ഏറ്റവും കൂടുതൽ അപ്പോൾ ശത്രു നക്ഷത്രങ്ങൾ എന്ന് പറയാം, അതിൻ്റെ ശത്രു നക്ഷത്രം എന്ന് പറയാം. ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾ കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാളുകൾക്ക് കോപം, വിരോധം, അകാരണമായ ദേഷ്യം, അവിടുന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകൾ തുടങ്ങിയവയെല്ലാം അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വികർഷണ ശക്തി വരുന്ന ഒരു ലിസ്റ്റാണ് നമ്മൾ തുടർച്ചയായിട്ട് പറയുന്നത്. ഇതിനെ ദിനപ്പൊരുത്തമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വികർഷണം വരുന്ന അതേ നക്ഷത്രങ്ങളുള്ള ദിവസങ്ങളും അത്ര ശുഭകരമല്ല നക്ഷത്ര ജാതകന്. ഏതൊക്കെ നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുന്നില്ല ആ നക്ഷത്രക്കാർക്കല്ല ഇത് പൊതുവായിട്ട് വരും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് അശ്വതി നക്ഷത്രം പറയാം. അപ്പോൾ അശ്വതി നക്ഷത്രത്തിന് വികർഷണം സംഭവിക്കുന്ന ഏറ്റവും കൂടുതൽ തൃക്കേട്ടയുമായിട്ട്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിൽ പെട്ട ഒരാൾ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ അകാരണമായ കോപം, ദേഷ്യം തുടങ്ങിയവ അശ്വതി നക്ഷത്രമുള്ളവർക്കുണ്ടാവുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന തൃക്കേട്ട നക്ഷത്രമുള്ള അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ആരാലും ആയിക്കോട്ടെ, തർക്കങ്ങൾ, ഇഷ്ടക്കുറവുള്ള മുഖം തുടങ്ങിയവയെല്ലാം കാണിക്കുക, അല്ലെങ്കിൽ ദേഷ്യം വരിക. ഇപ്പോൾ നമ്മൾ താഴെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുക മുതിർന്ന സ്ഥാനത്തുള്ള ആൾ. അപ്പോൾ നമ്മൾ താഴ്ന്ന സ്ഥാനത്തുള്ള ആളാണെങ്കിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല, ചിലപ്പോൾ നമ്മുടെ മുതിർന്ന ആളെ ചിലപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ താഴെയുള്ള ആളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു വികർഷണം നിൽപ്പുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവർത്തികളൊന്നും ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ തൃക്കേട്ട നക്ഷത്രത്തിലുള്ള ഒരു സെലിബ്രിറ്റിയെ TV പ്രോഗ്രാമുകളിലോ പത്രങ്ങളിലോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തിയോട് താല്പര്യം തോന്നുന്നില്ല. ഇതിപ്പോൾ അടുത്ത പോലെ അതുകൊണ്ട് നമുക്ക് പറയാം. അപ്പം വേണമെങ്കിൽ ഭരണനക്ഷത്രത്തെ പറ്റി പറയാം. ഭരണനക്ഷത്രത്തിന് ഇതുപോലെ തന്നെ വികർഷണങ്ങൾ, രേവതി നക്ഷത്രമായിട്ട് വികർഷണമുണ്ട്, പൂരാട നക്ഷത്രമായിട്ട് വികർഷണമുണ്ട്. അപ്പോൾ ആ നക്ഷത്രങ്ങളിലുള്ളവരെ കാണുമ്പോൾ വളരെയധികം വിരോധം, കോപം തുടങ്ങിയവ അനുഭവപ്പെടുകയും ഭയങ്കരമായ ദേഷ്യങ്ങൾ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യും. പക്ഷേ വികർഷണം അനുഭവപ്പെടാതെ, ഒരു വ്യക്തിക്ക് വികർഷണങ്ങൾ അനുഭവപ്പെടാതെ സമനിലയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ വിശാഖം നക്ഷത്രം, തിരുവാതിര, ഊരുരുട്ടാതി, അതുപോലെ തന്നെ തിരുവോണംകാരാണ് ഈ കാര്യത്തിൽ ഏറ്റവും സമർത്ഥരായ ആൾ. തിരുവോണത്തിലുള്ള ആളുകൾ വളരെ സമർത്ഥമായി എല്ലാ ആളുകളോടും 27കാരോടും ഒരുപോലെയാണ് പെരുമാറുക. വികർഷണം ഉണ്ടോ ഇല്ലയെന്നൊന്നും കണ്ടെത്താനാവില്ല. 1000-ലുള്ളവരും 27കാരോടും പെരുമാറുന്നത് ഒരേ രീതിയിലായിരിക്കും. വികർഷണമുണ്ടോ ഇല്ലയെന്നുള്ളത് കണ്ടെത്താൻ പറ്റുകയില്ല. പക്ഷേ തിരുവോണത്തിന് വികർഷണമുള്ള മറ്റു നക്ഷത്രക്കാർക്ക് അവരോട് വികർഷണം തോന്നും. പക്ഷെ തിരുവോണത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാണ്, അതവരെ പുറത്ത് പ്രകടിപ്പിക്കുകയില്ല. തിരുവാതിരയും പ്രകടിപ്പിക്കുകയില്ല, പൂരുരുട്ടാതി പ്രകടിപ്പിക്കത്തില്ല, പിന്നെ വിശാഖം പ്രകടിപ്പിക്കത്തില്ല. മറ്റ് നക്ഷത്രങ്ങളെല്ലാം തമ്മിൽ ആദ്യമേ തന്നെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകും, അല്ല വാക്കുതർക്കങ്ങൾ ഉണ്ടാകും, ഇഷ്ടക്കുറവുകൾ മുഖത്ത് വരും, അല്ലെങ്കിൽ കടുത്ത വെറുപ്പ് വരും. കാരണമില്ലാതെ ഒരാളോട് നമുക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, കാരണമില്ലാതെ മറ്റൊരാൾക്ക് നമ്മളോട് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വെറുപ്പ്, വിദ്വേഷം, സഹോദരങ്ങൾ തമ്മിലുള്ള വെറുപ്പ്, വിദ്വേഷം തുടങ്ങിയെല്ലാം ഈ നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തമില്ലാത്തതാണ്. അതായത് വികർഷണം. ഇനിയിപ്പോൾ ആകർഷണമാണെന്ന് കരുതുക. ആ വ്യക്തി ഏത് രൂപത്തിലിരുന്നാലും ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു ഒട്ടും ഭംഗിയില്ലാത്തൊരു വ്യക്തി, സൗന്ദര്യമേ ഇല്ല എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തി എന്ന് കരുതുക. പൊരുത്തമുള്ള നക്ഷത്രത്തിലുള്ള ആൾ കൺമുന്നിൽ വരുമ്പോൾ ആ വ്യക്തിയോട് സൗന്ദര്യമുള്ളതായി തന്നെ അനുഭവപ്പെടും. അപ്പോൾ സൗന്ദര്യമെന്ന് പറയുന്ന ആൾ കാണുന്ന ആളുടെ കണ്ണുകളിലാണ്, കഴിവുകൾ കാണുന്ന ആളുടെ കണ്ണുകളിലാണ്. പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരാണ് മുന്നിൽ വരുന്നതെങ്കിൽ സൗന്ദര്യം തിരിച്ചറിയാനാവുകയില്ല,
കഴിവുകൾ തിരിച്ചറിയാനാവുകയില്ല, അവരുടെ വിജയങ്ങൾ തിരിച്ചറിയാനാവുകയില്ല, അവരുടെ പ്രവർത്തികളുടെ മികവ് തിരിച്ചറിയാനാവുകയില്ല, അവരുടെ രൂപം തിരിച്ചറിയാനാവുകയില്ല, ഒന്നും തന്നെ തിരിച്ചറിയില്ല. കൺമുന്നിൽ നിന്ന് മാറി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് പോയി തന്നാൽ മതി എന്ന അവസ്ഥ, ദേഷ്യം, ഇതെല്ലാ ആളുകൾക്കും അനുഭവപ്പെടുന്നതാണ്. നിങ്ങളിപ്പം ചെല്ലുന്നൊരു കൂട്ടായ്മയിൽ, നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ, നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ, വീട്ടിൽ, സഹോദരങ്ങൾ തമ്മിൽ നേരെ കണ്ടാൽ കീരിയും പാമ്പും എന്ന് പറയുന്ന അവസ്ഥ, ആ അവസ്ഥയുണ്ടാകുന്നുണ്ടെങ്കിൽ അത് തമ്മിൽ വികർഷണം ഉണ്ടാകും. ആകർഷണമുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ ഇതുണ്ടാവാറുണ്ട്, പക്ഷേ അതിൽ കൂടുതലായിരിക്കും അപ്പുറത്തുണ്ടാകുന്നത്. ഇനിയിപ്പോൾ ആകർഷണമുള്ള ആണെങ്കിൽ താല്പര്യം, എല്ലാ കാര്യത്തിലും താല്പര്യം, ഒന്നിച്ച് യാത്ര ചെയ്യുക, ഒന്നിച്ച് പോവുക, ഒന്നിച്ച് ഭയങ്കര വളരെ ശക്തമായ കൂട്ടുകെട്ട് എന്ന് പറയാറുണ്ടല്ലോ, പിരിക്കാൻ പറ്റാത്ത കൂട്ടുകാർ എന്ന് പറയുന്ന രീതിയിലുള്ളതാണെങ്കിൽ, ഈ പറയുന്ന ആകർഷണം വളരെയധികം കൂടിയിരുന്നാൽ തീർച്ചയായും വളരെയധികം രീതിയിലുള്ള കൂട്ടുകെട്ടും സൗഹൃദങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പോൾ ആകർഷണത്തിൻ്റെ പ്രത്യേകത മനസ്സിലാകും. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. പാമ്പശ്രീ മല്ലു എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാമെന്ന് പോകുന്നത് നക്ഷത്രം, ഈ പറഞ്ഞ ദിനങ്ങളുമായിട്ടും കലണ്ടർ 27 നക്ഷത്രങ്ങളും അടയാളപ്പെടുത്തുന്നുണ്ട്. കലണ്ടറിൽ ഈ മാസത്തെ കലണ്ടർ, അടുത്ത മാസത്തെ കലണ്ടർ, വരുന്ന കാലം കഴിഞ്ഞു പോയത് കൂട്ടുമ്പോൾ ഏത് മാസം കലണ്ടറുകളിൽ ഞാൻ പറയുന്ന ലിസ്റ്റിൽപ്പെട്ട നക്ഷത്രങ്ങൾ, ഇപ്പം പറഞ്ഞ നക്ഷത്രമല്ല, ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, അപ്പം മനസ്സിലാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മനസ്സിലാവാനായിട്ട് വേണ്ടിയാണ് ഇത് ഒന്നുകൂടി എടുത്തു പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാം, ആ നക്ഷത്രങ്ങൾ വരുന്ന ദിനവും അത്ര ശുഭകരമല്ല. ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിന് കാർത്തിക ശുഭകരമല്ല. അപ്പോൾ കാർത്തിക വരുന്ന ദിനവും ശുഭകരമല്ല. എല്ലാ മാസത്തിലും ഉണ്ടാവും ഒരു ദിനം. പക്ഷെ അതിപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത മാസത്തെ കലണ്ടറിൽ അത് ചിലപ്പോൾ ചൊവ്വാഴ്ചയായിരിക്കും. എല്ലാ തിങ്കളാഴ്ചയല്ല പ്രശ്നം, ഏത് ദിവസമാണ് ആ നാൾ വരുന്നത് ആ ദിവസമാണ് പ്രശ്നം. മനസ്സിലായല്ലോ? അപ്പം ഇന്ന് നമുക്ക് സംസാരിക്കാം. ഇന്നിപ്പം ലാസ്റ്റ് നമ്മൾ ഇവിടെ സംസാരിച്ച് നമ്മൾ മൂല നക്ഷത്രം വരെ ഇന്നലെ സംസാരിച്ചു. ഇന്നിപ്പോൾ അശ്വതി പറഞ്ഞ കാർത്തിക എന്ന നക്ഷത്രത്തിൻ്റെ സീരീസ് മൂലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂരാട നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ പൂരാട നക്ഷത്രവുമായിട്ട് വികർഷണം സംഭവിക്കുന്ന, അതായത് ആകർഷണം സംഭവിക്കാത്തതായ നക്ഷത്രങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. ആ ദിവസങ്ങൾ കലണ്ടറിൽ വരുന്നതും അത്ര ശുഭകരമല്ല. അപ്പോൾ അതെല്ലാം നക്ഷത്രവും നമുക്ക് നോക്കാം. ഒന്നാമതായി എടുത്തു പറയേണ്ട നക്ഷത്രത്തിൻ്റെ പേരാണ് പൂയം. പൂയ നക്ഷത്രവും പൂരാടവും തമ്മിൽ ചേരുകയില്ല. അതായത് നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടേണ്ടതായി വരികയോ ജോലിക്ക് ആ സ്ഥലങ്ങളിൽ ചെല്ലുകയോ നമ്മുടെ അടുത്തേക്ക് ആ ഒരു നക്ഷത്രത്തിലുള്ള ജോലിക്കാരൻ വരികയോ ചെയ്താൽ വാക്കർക്കങ്ങളുണ്ടാകും, ജോലികൾ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ വെറുതെ ഒരു വഴക്കുണ്ടാവാം. കാരണങ്ങൾ ഉണ്ടാവണമെന്നില്ല. കാരണങ്ങൾ ഉണ്ടാവാതെ വഴക്ക്, വെറുപ്പ്, വിദ്വേഷം തുടങ്ങിയവ എല്ലാം ഉണ്ടാവാനായിട്ട് പൂരാടവും പൂയവും തമ്മിൽ ചേരുകയില്ല. അതുപോലെ തന്നെ പൂയംകാർക്ക് പൂരാടവും ചേരുകയില്ലെന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് പൂരാടവുമായിട്ട് മാച്ച് ചെയ്യാത്ത മറ്റൊരു നക്ഷത്രമാണ് പുണർദം. അപ്പോൾ പുണർദവുമായിട്ടും പൂരാടത്തിനത്ര യോജിപ്പില്ല. അപ്പോൾ അതും ഒരു പ്രശ്നം തന്നെയാണ്, മനസ്സിലാക്കുക. പ്രബലമായ നക്ഷത്രങ്ങളാണ് ഇവയെല്ലാം ഞാൻ പറഞ്ഞ നക്ഷത്രങ്ങൾ. അപ്പോൾ അത് സമൂഹത്തിൽ കൂടുതലായ ശക്തിവിശേഷം കാണിക്കുന്ന നക്ഷത്രമായതുകൊണ്ട് തന്നെ പക, എതിർപ്പ് തുടങ്ങിയവ വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പൂരാട നക്ഷത്രക്കാരും പുണർദവും തമ്മിൽ ചേരുകയില്ല. അടുത്തായിട്ട് ഉത്രട്ടാതി നക്ഷത്രവുമായിട്ട് പൂരാടം ചേരുകയില്ല. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുമായിട്ട് പൂരാടം ചേരാത്തപ്പോൾ മനസ്സിലാക്കുക, ഉത്രട്ടാതിയിലുള്ള ഒരാളെ കാണുമ്പോഴും ഉത്രട്ടാതി എന്ന ദിവസം വരുന്ന ദിവസവും അത്ര ശുഭകരമല്ല എന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് ചതയ നക്ഷത്രക്കാരുമായിട്ട് പൂരാട നക്ഷത്രക്കാർ ചേരുകയില്ല. അപ്പം ചതയത്തിൽപ്പെടുന്ന ഒരു വ്യക്തി മുന്നിൽ വരികയോ ചതയ ദിവസം വരുന്നതോ ശുഭകരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തായിട്ട് തിരുവോണ നക്ഷത്രമായിട്ട് പൂരാടം ചേരുകയില്ല. അപ്പോൾ തിരുവോണത്തിൽപ്പെട്ട ഒരാൾ മുന്നിൽ വരികയോ തിരുവോണ ദിനമോ അത്ര ശുഭകരമല്ല. തിരുവോണ ആഘോഷ ദിനവും ശുഭകരമല്ല. എല്ലാ മാസത്തിലോ ഈ ഓരോ തിരുവോണങ്ങളും ശുഭകരമല്ല ഉള്ളതെന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് ആയില്യമാണ്. അപ്പോൾ ആയില്യവും പുരാടം നമ്മൾ യോജിക്കില്ല. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ആയില്യം, വിശാഖം, തിരുവാതിര, തിരുവോണം, പൂരുരുട്ടാതി ഇത്രയും നക്ഷത്രങ്ങൾ മാത്രമേ 27 നക്ഷത്രക്കാരോടും മാന്യമായി പെരുമാറുള്ളൂ.
ബാക്കി എല്ലാ നക്ഷത്രക്കാരും കണ്ടു കഴിഞ്ഞാൽ തന്നെ വിരോധം വരും, ദൃഷ്ടി മാറ്റിക്കളയും, അല്ലെങ്കിൽ നോക്കിയില്ല മുഖത്തേക്ക്, സെക്കൻഡിനുള്ളിൽ വിരോധപ്പെടും. അപ്പോൾ ഈ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞ 2 പേര് ആ വിവാഹത്തിലുണ്ട്. ശത്രു നക്ഷത്രത്തിൽ പുരാടമായിട്ടുണ്ടെങ്കിലും തിരുവോണത്തിൽപ്പെട്ട ആളും അയലത്തിൽപ്പെട്ട ആളും വിരോധമൊന്നും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ വികർഷണം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ അല്പം പാടുവരും. വികർഷണം സംഭവിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിലാണ്. പക്ഷെ പുരാടക്കാർക്ക് പെട്ടെന്ന് വികർഷണം സംഭവിക്കുന്നത് ചിലപ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിച്ചെന്ന് ചിലപ്പോൾ വരികയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലും ശാന്തതയുള്ള മനസ്സിനുടമയാണ്, ക്ഷമാശീലരാണ്, സ്നേഹമുള്ളവരാണ് തുടങ്ങിയ കാര്യങ്ങൾ. ആത്മാർത്ഥത എന്ന് പറയുന്ന കാര്യങ്ങളിൽ വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പുരാടം നക്ഷത്രത്തിലുള്ളവർ. സഹായ മനസ്ഥിതിയുള്ളവരാണ്. അതുകൊണ്ട് ചിലപ്പോൾ ശത്രുവിനെ സഹായിച്ചിട്ടും ചില ഉപദ്രവങ്ങൾ മേടിക്കുന്ന ആളുകളാണ് പുരാടത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നക്ഷത്രങ്ങളുമായിട്ടുള്ള സഹവാസങ്ങൾ കുറയ്ക്കുക. ഏതെല്ലാമാണ്? തിരുവോണം, ചതയം, ഉത്രട്ടാതി, പുണർതം, പൂയം, ആയില്യം. ഇത്രയും നക്ഷത്രങ്ങളാണ് പുരാടമായിട്ട് എതിരായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇത് പറയാത്തൊരു നക്ഷത്രമുണ്ട്. അതൊക്കെ ഒരു പകുതി ശതമാനമേ അതിന് ഫലം ചെയ്യുന്നു. മകീര നക്ഷത്രം, ഭരണി നക്ഷത്രം, പിന്നെ പൂരം നക്ഷത്രം തുടങ്ങിയ നക്ഷത്രങ്ങളുമായിട്ടും പുരാടത്തിന് യോജിപ്പൊന്നുമില്ല. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സത്യത്തിൽ അതുവേയും പൊരുത്തമില്ലാത്തതിൽ പെടുത്തേണ്ടതാണ്, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഒട്ടും സഹിക്കാൻ വരാത്തതാണ് പൂയം. ഇത് അവൻ പറഞ്ഞ ഇത്രയും ആളുകൾക്കും പുരാട നക്ഷത്രവും എതിരാണെന്ന് മനസ്സിലാക്കുക, അവർക്കും ശുഭകരം അല്ലെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തായിട്ട് നമുക്ക് ഉത്രാട നക്ഷത്രക്കാരെ പറ്റി സംസാരിക്കാം. ഉത്രാട നക്ഷത്രക്കാരെ പറ്റി സംസാരിക്കുമ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് ആരെല്ലാമായിട്ട് വികർഷണം സംഭവിക്കും. ഇതിലിപ്പോൾ ഒന്നുകൂടി ചില കാര്യങ്ങളോട് ഒന്നുകൂടി എടുത്ത് പറയാം. പുരാട നക്ഷത്രക്കാർക്ക് നിലവിൽ നക്ഷത്രം എത്ര എണ്ണമായിട്ട് പൊരുത്തമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 നക്ഷത്രക്കാരുമായിട്ട് പൊരുത്തമില്ലാത്തുള്ളൂ. ടോട്ടൽ 27 നക്ഷത്രമുണ്ടെന്ന് നമുക്കറിയാം. 6 നക്ഷത്രങ്ങൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ 21 നക്ഷത്രത്തെ കിട്ടി. 21 നക്ഷത്രങ്ങളെന്ന് പറയുന്നത് വളരെ വലിയ പൊരുത്തത്തിൻ്റെ ഒരു സംഖ്യ തന്നെയാണ്. അതായത് വികർഷണം സംഭവിക്കുന്ന നക്ഷത്രങ്ങൾ 6 ഉള്ളൂ. അപ്പോൾ പുരാടം വളരെയധികം ഭാഗ്യമുള്ള നക്ഷത്രമാണ്. എവിടെ ചെന്നാലും സുഹൃത്തുക്കളെ കിട്ടും, എവിടെ ചെന്നാലും അവരെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് 21 നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട്, വളരെയധികം. മനസ്സിലായോ? പ്രബല നക്ഷത്രങ്ങളായും അല്ലാത്ത നക്ഷത്രങ്ങളുമായിട്ടും 21 നക്ഷത്രമായിട്ട് പോരാട്ടത്തിന് പൊരുത്തമുണ്ട്. അത് മതി, വളരെ സമാധാനം കിട്ടും പുറത്തുനിന്ന്. അതായത് എവിടെ ചെന്നാലും ആളുകൾ സൽക്കരിക്കും, 1. 2, അവിടെ ചെന്നാലും ആളുകൾ ഒരുപാട് സംസാരിക്കും, 2ാമത്തെ കാര്യം. ആരും അങ്ങനെ വികർഷണം സംഭവിക്കുന്ന ഈ 6 പേരെ മാത്രമേ മാറ്റി നിർത്തത്തുള്ളൂ, ബാക്കി ആരും മാറ്റി നിർത്താൻ പോകുന്നില്ല. ഇത് വളരെ ഭാഗ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില നക്ഷത്രങ്ങളിൽ 12, 13, 19 അങ്ങനെയൊക്കെ വരും. അപ്പോൾ പോരാട്ടത്തിന് 21 പേരോട് പൊരുത്തമുണ്ട്. വളരെ കൂടുതലാണ്, അംഗസംഖ്യ കൂടുതലാണ്, പൊരുത്തക്കാരുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ഒരു സൽക്കാരം, അല്ലെങ്കിൽ ആളുകൾ ഒരുപാട് സംസാരിക്കുക, ലോകകാര്യങ്ങൾ സംസാരിച്ചിരിക്കുക, സ്വറ പറഞ്ഞിരിക്കുക എന്ന് നമുക്ക് പറയും. ഒരുപാട് കാലത്തേക്കുള്ള ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ ആളുകൾ ഇടപെടുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നടക്കും. കാരണം അത്രയും ആളുകൾക്ക് പൊരുത്തമുണ്ട്, 21 പേരോട് പൊരുത്തമുണ്ട്. വളരെ വലിയൊരു ഭാഗ്യമാണത്. ഇനി 21 പേരിൽ ആരൊക്കെയാണ് നല്ല പൊരുത്തമുണ്ട് അങ്ങനെ കൂടി നോക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഉത്രാടത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം. 21 നക്ഷത്രങ്ങളുടെ പുരാടമായിട്ട് ഏറ്റവും ശക്തമായ പൊരുത്തങ്ങൾ ചോതിയാണ്. ചോതിയുമായിട്ട് പുരാടത്തിന് പൊരുത്തം വളരെയധികം ശക്തമാണ്. 2ാമത് പൊരുത്തം ശക്തമായി നിൽക്കുന്ന രേവതിയുമായിട്ടാണ്. 3ാമത് പൊരുത്തം ശക്തമായിട്ട് നിൽക്കുന്ന പൂരുരുട്ടാതിയുമായിട്ടാണ്. പിന്നെ മൂല നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട്, തിരുവാതിരയായിട്ട് പൊരുത്തമുണ്ട്, ബാക്കി ഇതിൽ പെടുത്താത്ത നക്ഷത്രങ്ങൾ എല്ലാമായിട്ട് പൊരുത്തമുണ്ട്. എങ്കിലും കാർത്തികമായിട്ട് ചില പൊരുത്തക്കുറവുകളുണ്ട്. കാർത്തിക നക്ഷത്രം ഈ ലിസ്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷേ സമനിലയാണ്. ഭരണിയുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ, മകീരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവയൊന്നും ചേരില്ല എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ലിസ്റ്റ് ഞാൻ പെടുത്തിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും, അത്ര വലിയ കുഴപ്പമില്ല. പക്ഷേ ശക്തമായ പൊരുത്തം രേവതി, പൂരുരുട്ടാതി, തിരുവാതിര തുടങ്ങിയ നക്ഷത്രങ്ങളുമുണ്ട്. ഇനി ഈ ലിസ്റ്റിൽ പെടുത്താത്ത ഒരാളുണ്ട്. ആ നക്ഷത്രക്കാരാണ് അശ്വതി. അശ്വതി നക്ഷത്രത്തിന് മാത്രമായി ഈ 27 നക്ഷത്രക്കാരിൽ പുരാട നക്ഷത്രത്തിൻ്റെ കാര്യം മാത്രം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മറ്റെല്ലാ നക്ഷത്രക്കാർക്കും കൃത്യമായി ഇത്ര നക്ഷത്രം പൊരുത്തമില്ല, ഇത്ര നക്ഷത്രം പൊരുത്തമുണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പുരാടത്തിൻ്റെ കാര്യത്തിലും അശ്വതിയുടെ കാര്യത്തിലും
ഇത് അശ്വതിക്ക് മാത്രമാണ് അനുഭവപ്പെടുക, പൂരാടത്തിനല്ല. ശത്രുവുമല്ല മിത്രവുമല്ല എന്നുള്ള ലിസ്റ്റിലാണ് പൂരാടം പെട്ടിരിക്കുന്നത്. അതായത് രണ്ടിലുമില്ല. പൊരുത്തം ഇല്ലാത്തവരുടെ ലിസ്റ്റിലുമില്ല, പൊരുത്തം ഉള്ളവരുടെ ലിസ്റ്റിലുമില്ല പൂരാടം അശ്വതിയായിട്ട്. ഈ ഒരു നിലയിലാണ് പോവുക. അത് കൊണ്ട് പല സമയങ്ങളിലും പൊരുത്തക്കുറവ്, പൊരുത്തക്കൂടുതൽ അങ്ങനെയാണ് അനുഭവപ്പെടുക. പൂർണ്ണമായ അകൽച്ചയോ പൂർണ്ണമായ അടുപ്പമോ അല്ല. വികർഷണം സംഭവിക്കേണ്ടപ്പോൾ വികർഷണം സംഭവിക്കുക, ആർഷണം സംഭവിക്കുക ആർഷണം സംഭവിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ലിസ്റ്റിൽപ്പെടാത്ത ഒരു നക്ഷത്രമാണ് അശ്വതി പൂരാടമായിട്ടുള്ള പൊരുത്തം. അപ്പോൾ നമുക്കിപ്പോൾ ചില സമയങ്ങളിൽ വളരെയധികം സ്നേഹം, താല്പര്യം, മതിപ്പ് തുടങ്ങി തോന്നുകയും ചില സമയങ്ങളിൽ അത്ര സുഖകരമല്ലാത്ത അനുഭവങ്ങൾ അശ്വതിയായിട്ട് തോന്നുകയും ചെയ്യും. മിക്കപ്പോഴും അശ്വതിയുള്ള ആളുകളായിരിക്കാം കൂടുതലായിട്ട് വികർഷിച്ച് നിൽക്കുക. പലപ്പോഴും അവിടെ ചിലപ്പോൾ പൂരാടം സൈലൻ്റ് ആയിരിക്കും ചില സമയങ്ങളിൽ. പക്ഷെ ബാക്കി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തിരുവോണത്തിലുള്ള ഒരാളുമായിട്ടോ പൂയത്തിലുള്ള ഒരാളുമായിട്ടോ ഒരു തർക്കങ്ങളോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഒരു വാക്ക് തർക്കം, കയ്യാങ്കളി മുതലായവയിലേക്ക് പെട്ടെന്ന് തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും ശക്തമായി കയ്യാങ്കളിലേക്ക് പോകാൻ സാധ്യതയുള്ളതാണ് പൂയം. പൂയ നക്ഷത്രത്തിന് ഒരു കാരണവശാലും പൂരാടത്തിന് മുന്നിലേക്ക് കൊണ്ട് നിർത്താനായിട്ട് സാധിക്കില്ല, നേരെ കാണാൻ സാധിക്കത്തില്ല. പക്ഷേ തിരുവോണംകാരും നേരെ കാണത്തില്ലെങ്കിലും തിരുവോണംകാർ 27കാരോടും സമർത്ഥമായി പെരുമാറുന്നതുകൊണ്ട് വികർഷണം സംഭവിച്ചാലും തിരുവോണംകാരത് പ്രകടിപ്പിക്കത്തില്ല. പൂരാടംകാർക്ക് ചിലപ്പോൾ അകൽച്ച ഉണ്ടാവാം, പക്ഷേ തിരുവോണംകാരുടെ ഇടപെടൽ അങ്ങനെയാണെന്നുണ്ട് അവർ ചിരിച്ച് സംസാരിക്കും. അടുത്തായിട്ട് ആയില്യത്തിലുള്ളവരും വികർഷണം സംഭവിക്കുന്നുണ്ടെങ്കിലും വളരെയധികം കൂളായിട്ട് 27കാരോടും സംസാരിക്കും. ഇനി ഇത് പറയാതെ ഒരെണ്ണം കൂടിയാണ്, വിശാഖവുമായിട്ടും പൂരാടത്തിനത്ര പൊരുത്തമില്ല, വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് പറയാനുള്ളത്. പിന്നെ തിരുവാതിരയുടെ ഒരു സ്വഭാവം, ഇപ്പോൾ തിരുവാതിരയുടെ മൈൻഡ് ഫെറ്റ് പോലെ തന്നെയാണ് പൂരാടത്തിൻ്റെ മൈൻഡ് ഫെറ്റ് വരുന്നത്. ഇപ്പോൾ മൈൻഡ് ഫെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു മൃഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, വാനരമാണ് മൃഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിരുന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മൈൻഡ് ഫെറ്റ് അടുത്ത ഫോക്കസിലേക്ക് പോകാറുണ്ട്. അത് കഴിയുമ്പോൾ അടുത്ത കാര്യത്തിലേക്ക് ഫോക്കസ് പോകാറുണ്ട്. ഇതുപോലെ തന്നെ മൈൻഡ് എഫക്റ്റ് മാറുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിരയും പൂരാടവും പൊരുത്തമുണ്ട്, പക്ഷേ അവരുടെ രണ്ടുപേരുടെ മൈൻഡ് എഫക്റ്റ് ഒരേ രീതിയിലായിരിക്കും. കുറച്ച് നാൾ ഒരു കാര്യം ചെയ്തിട്ട് ആ ഒത്തുനിന്ന് പിടുത്തം വിട്ടിട്ട് അടുത്ത കാര്യത്തിലേക്ക് ഇവർ ചാടും. ഇപ്പോൾ രണ്ടുപേരുടെയും മൈൻഡ് എഫക്റ്റ് ഒരുപോലെ ആയിരിക്കും. ബാക്കിയുള്ളവരെല്ലാം കറക്റ്റ് ഒരു ഫീൽഡിലേക്കായിരിക്കും പോവുക. ഇത്രയും നക്ഷത്രം 21 കാര്യമായിട്ടും ഇവർക്ക് നല്ല പൊരുത്തമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നല്ല ഗുണകരമായ അനുഭവങ്ങളായിരിക്കാം കിട്ടുക. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചില ഭക്ഷണ വസ്തുക്കൾ വരെ ഇവർക്ക് കൊടുക്കാറുണ്ട്. അത് വലിയൊരു കാര്യമാണ്. വളരെയധികം ഒരു മകനെ സ്നേഹിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പിനെ സ്നേഹിക്കുന്ന പോലുള്ള ചില സ്നേഹവാത്സല്യങ്ങൾക്ക് പൂരാടത്തിന് ഭാഗ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു പരിചയം നമ്മുടെ കുടുംബത്തിലെ ഒരാളായിട്ട് പൂരാടത്തിനെ ആളുകൾ കാണാറുണ്ട്. കാരണം 21 നക്ഷത്രമായിട്ടും പൊരുത്തം കിടക്കുക. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പൊരുത്തമാണ് സംഭവിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. പക്ഷേ ഈ 6 പേരുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ പൊരുത്തമൊക്കെ പോവും, അത് മനസ്സിലാക്കുക. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഉത്രാട നക്ഷത്രക്കാരാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് എത്ര പേരോട് വികർഷണമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിട്ടമായിട്ട് ഉത്രാട നക്ഷത്രക്കാർ ചേരുകയില്ല. അവിട്ടമായിട്ട് ഉത്രാട നക്ഷത്രക്കാർ ചേരുകയില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ അവിട്ടവും ഉത്രാടവും തമ്മിൽ കല്യാണം കഴിച്ച ചില ആളുകളെയൊക്കെ എനിക്കറിയാം. അവിടെ ഭയങ്കര ബഹളവും വഴക്കുമാണ്. പക്ഷേ അതെനിക്കറിയാം. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കാതെ കല്യാണം കഴിക്കുന്ന മറ്റ് മതസ്ഥരായതുകൊണ്ടാണ് ആ വിവാഹം അങ്ങനെ നടന്നിരിക്കുന്നത്. പക്ഷേ വാക്കാർക്കും ഒഴിഞ്ഞിട്ട് ഒരു നേരം പോലും ഇല്ലാത്ത ആളുകളെ എനിക്ക് പേഴ്സണലായിട്ട് നേരത്തെ തന്നെ അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആളുകളെ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പ്രശ്നങ്ങളുടെ പിന്നിൽ ഇതാണ് കാരണമെന്ന് മനസ്സിലായിട്ടുണ്ട്. ഉത്രാടം ഔട്ടും തമ്മിൽ കൂട്ടിയിടിച്ചാൽ ചേർത്തില്ല. അതുപോലെ തന്നെ പൂരുരുട്ടാതിയായിട്ട് ഉത്രാടം ചേർത്തില്ല. വാക്കുതർക്കം, വഴക്ക്, കയ്യാങ്കളി തുടങ്ങിയവയെല്ലാം ഉണ്ടാകും. പൂരുരുട്ടാതിയും ഉത്രാടവും തമ്മിൽ ഒരു കാരണവശാലും ചേർത്തില്ല, മനസ്സിലാക്കുക. രേവതിയായിട്ട് ഉത്രാടം ഒരു കാരണവശാലും ചേർത്തില്ല. വാക്കുതർക്കം, കയ്യാങ്കളി, ബഹളം തുടങ്ങിയവയെല്ലാം ഉണ്ടാകും. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം ഞാൻ പൂരാടത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ല, അതിപ്പോൾ പറയാം. പൂരാടവും ചേരുകയില്ല. സ്വന്തം നക്ഷത്രം ചേരാത്തൊരു നക്ഷത്രത്തിൽപ്പെട്ടാണ് പൂരാടം. ഇനി അടുത്ത പറയേണ്ടത് ഇപ്പോൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉത്രാടവും ചേരുകയില്ല. അതിവിടെ പറയേണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് അത് വിട്ടുപോയല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഉത്രാടവും തമ്മിൽ ചേരുകയില്ല. അപ്പോൾ സ്വന്തം നക്ഷത്രത്തിന് വിനയാകുന്നതാണ് ഉത്രാടം. അപ്പോൾ ഉത്രാടം ഞാൻ ഈ പറയുന്ന ദിവസങ്ങളിൽ കലണ്ടറിൽ വരുന്ന ദിവസങ്ങളും അത്ര ശുഭകരമല്ലെന്ന് മനസ്സിലാകുന്നു. ഇച്ചിരി എണ്ണ കൂടുതലുമുണ്ട് ഉത്രാടത്തിൽ, ശത്രു നക്ഷത്രങ്ങളുണ്ട്.
ഒരാടത്തിന് കുറവായിരുന്നു, പക്ഷെ ഉത്രാടത്തിന് ഇച്ചിരി കൂടി കൂടുതലാണ്. അടുത്തായിട്ട് പുണർദവുമായിട്ട് ഉത്രാടത്തിന് പൊരുത്തമില്ല. പുണർത്തിപ്പെടുന്ന ആളോ പുണർത്തിപ്പെടുന്ന ദിവസമോ പ്രശ്നമുണ്ട് എന്നുള്ള മനസ്സിലാക്കുക. പൂയവുമായിട്ട് എതിരാണ്. പൂയ ഉത്രാടവും തമ്മിൽ വാക്കാർക്കാണ്. ഉത്രാടത്തിലുള്ള ഒരാളെ പൂയം ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. പുരാടത്തിനും ഉത്രാടത്തിനും പൂയം എന്ന് പറയുന്ന നക്ഷത്രവുമായിട്ട് ഒരു വിധത്തിലൂടെ ചേർച്ച ഉണ്ടാവുകയില്ല, മുന്നിൽ കാണാൻ പാടില്ല, മനസ്സിലാക്കുക. അപ്പോൾ ഉത്രാടത്തിനും അതേ അവസ്ഥ തന്നെയാണ്. പൂയമായിട്ട് ഉത്രാടം തലകുത്തി പറഞ്ഞാലും ചേരത്തില്ല, വാക്കാർക്കാൻ ചിലപ്പോൾ അടി തൊടി വരെയുള്ള കലാശിക്കാം. അടുത്തായിട്ട് ആയില്യമാണ്. ആയില്യമായിട്ട് ഉത്രാടം ഒരു കാരണവശാലും ചേരത്തില്ല. ആയില്യമായിട്ട് ഉത്രാടം ചേരത്തില്ല. ഇവിടെ ചിലപ്പോൾ വലിയ പ്രദർശനങ്ങൾ സംഭവിക്കാറുണ്ട്. ഉത്രാടം തന്നെ ആയിരിക്കും ആദ്യം മഴക്കുണ്ടാക്കുക, ആയില്യങ്കാർ അവിടെ ഉണ്ടായിരിക്കും. അടുത്തായിട്ട് മകൻ നക്ഷത്രവുമായിട്ട് ഉത്രാട നക്ഷത്രം ചേരത്തില്ല. വാക്കുകൾക്ക് പ്രശ്നം, വഴക്ക് തുടങ്ങിയവുണ്ട്. അടുത്തായിട്ട് പൂരം നക്ഷത്രം. പൂരമായിട്ട് പുരാടം ചേരത്തില്ല, പക്ഷേ അതത്ര കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അപ്പം ഉത്രാടം പൂരം ചേരത്തില്ല, വാക്കുകാർക്കും വഴക്ക് ബഹളം. ഉത്ര നക്ഷത്രമായിട്ട് ഉത്രാടം ചേർത്തില്ല, വാക്കുകാർക്ക് പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളും കൊള്ളില്ല. ഇനിയിപ്പോൾ ഞാൻ പറയാം എത്ര നക്ഷത്രം ഉണ്ടെന്ന്. ശത്രു നക്ഷത്രം 10 ശത്രു നക്ഷത്രമാണുള്ളത്. ഏതിനാണ്? ഉത്രാടത്തിന്. അംഗസംഖ്യ വളരെ കൂടുതലാണ്. വളരെയധികം ഉത്രാട നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ നിന്നുള്ള അവഗണന, കുത്തുവാക്കുകൾ തുടങ്ങിയവ ശരിക്കും അനുഭവിക്കേണ്ടി വരും. കാരണം 10 നക്ഷത്രമാണ് എതിര്. അപ്പോൾ 10 നക്ഷത്രം എതിരിൽ നിന്നാൽ എന്ത് സംഭവിക്കും? 27 നക്ഷത്രമാണുള്ളത്, 10 പേര് പോയി, ഇനി 17 പേരേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ 17 പേരിൽ ഉള്ള പൊരുത്തക്കാരെ മാത്രമേ ഉത്രാടംകാർക്ക് കൂട്ടത്തിൽ നിർത്താൻ പറ്റൂ. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒന്നാം നക്ഷത്രമായ അശ്വതിയായിട്ട് ഉത്രാടത്തിന് പൊരുത്തമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഭരണിയുമായിട്ട് ഉത്രാടത്തിന് പൊരുത്തമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. കാർത്തികയായിട്ട് ഉത്രാടത്തിന് പൊരുത്തമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. അവരെ കൂടി എടുത്തു മാറ്റിയാൽ ഇനി മിച്ചം എത്രയുണ്ട്? 7 നിന്ന് ബാക്കി കൂടി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടി. ആ പറയുന്ന ആളുകൾ എണ്ണത്തിൽ കുറവാണ്. ഇനി തിരുവാതിരയായിട്ട് ഉത്രാടത്തിന് പൊരുത്തമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റും. ഉത്തട്ടാദിയുമായിട്ട് പൊരുത്തമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റും. മനസ്സിലായോ? ഇപ്പം തന്നെ എണ്ണുകയാണെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോയാലൊരു 16 നക്ഷത്രം അല്ലെ 14 നക്ഷത്രക്കാരുമായിട്ട് ശരിക്കും ഉത്രാടം ചേരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ശത്രു നക്ഷത്രത്തിലാണ് നിൽക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഉത്രാടംകാർ മുന്നോട്ടെത്തത്തുള്ളൂ. മുന്നോട്ട് പോകാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കും. മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ എല്ലാം വെക്കുന്നവർക്കെല്ലാം തടസ്സം, ഓരോ കാൽവെപ്പിലും തടസ്സം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉത്രാടത്തിൽ ഇത്ര നക്ഷത്രങ്ങളുമായിട്ടും പൊരുത്തില്ല. എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൊരുത്തമുള്ള ആളുകളല്ല സമൂഹത്തിലുള്ളതെങ്കിൽ ഒരു കാരണവശാലും, കാരണം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിലുള്ള ആളുകളായിരിക്കും എണ്ണത്തിൽ കൂടുതൽ. അവിട്ടം, പൂരുട്ടാതി, രേവതി, ഉത്രാടം, പുണർതം, പൂയം, ആയില്യം, മകം, പൂര, ഉത്തരം തുടങ്ങിയവയെല്ലാം സമൂഹത്തിൽ എണ്ണം കൂടുതലാണ്. പിന്നെ ഇതിൽ പെടുത്താത്ത അശ്വതി, ഭരണി, കാർത്തിക, തിരുവാതിര, ഉത്തട്ടാതി തുടങ്ങിയവയും ചതയൊന്നും ചേരുകയില്ല. അപ്പോൾ അതൊക്കെ ലക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ഉത്രാടംകാർക്ക് പൊരുത്തമുള്ള നക്ഷത്രം വിരലെയാണാവുന്ന നക്ഷത്രങ്ങളെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്രാടംകാരുടെ ഒരു ജീവിത ചക്രം എന്ന് പറയുന്നത് വളരെയധികം ഒതുങ്ങിയിട്ടായിരിക്കും. അതായത് അവരെവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എവിടെയെങ്കിലും ഒരു സെറ്റായി പോവുക, അല്ലെങ്കിൽ ഒരു കുടുങ്ങിപ്പോവുക, ലൈഫിൽ കുടുങ്ങിപ്പോവുക എന്ന് പറയുന്ന രീതിയിൽ ലൈഫിൽ ചില പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ചില പ്രശ്നങ്ങൾ ഉത്രാടത്തിന് സംഭവിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഫുൾ ടൈം വാക്കുതർക്കമായിരിക്കും. ആരെ കണ്ടാലും വാക്കുതർക്കം, എവിടോട്ട് നോക്കിയാലും വാക്കുതർക്കം, വഴക്ക്. അപ്പോൾ കാരണം പൊരുത്തമുള്ള ആൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം. ഇനിയിപ്പം സന്തോഷത്തിന് വകയുണ്ട്. ഏതെല്ലാം നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട്? ഉത്രാടംകാർ ചോദ്യമായിട്ട് പൊരുത്തമുണ്ട്, നല്ല പൊരുത്തമുണ്ട്. ഉത്രാടംകാർക്ക് ചോദ്യമായിട്ട് നല്ല പൊരുത്തമുണ്ട്. ഉത്തരംകാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചോദ്യമായിട്ട് നല്ല പൊരുത്തമുണ്ട്. ഒരു ചെറിയ ചില പാത വ്യത്യാസം ഉണ്ടെങ്കിൽ ചോദ്യമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും കലങ്ങും. അടുത്തത് ഉത്രാടംകാരും വിശാഖവുമായിട്ട് നല്ല പൊരുത്തമുണ്ട്. അതിപ്പോൾ ഏത് പാദമാണേലും കുഴപ്പമില്ല, പൊരുത്തമുണ്ട്.
ഉത്രാടവും പൂരാടവുമായിട്ട് നല്ല പൊരുത്തമുണ്ട്. ഏത് പാദങ്ങളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ള അശ്വതിയോടാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. തിരുവോണവും ഉത്രാടവും തമ്മിൽ നല്ല പൊരുത്തമുണ്ട്, കുഴപ്പമില്ല, നല്ല രീതിക്ക് നീങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് ഒരുവിധം പ്രബലമായ നക്ഷത്രങ്ങളോടുള്ള, മാത്രമല്ല ഇവർ വളരെയധികം ഒറ്റപ്പെട്ട രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇവർക്ക് കൃത്യമായൊരു ലക്ഷ്യം ഉണ്ടായിരിക്കാം, കൂടുതൽ ഒതുങ്ങിയുള്ള രീതിയായിരിക്കും ഇവരുടെ ഇടപാടുകളെല്ലാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവർക്ക് പൂർണ്ണമായ ഒരു ലക്ഷ്യബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിക്ക് സാമ്പത്തികമൊക്കെ ഉണ്ടാക്കും. സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ചില കുത്തുവാക്കുകളൊക്കെ വരുന്നുണ്ട്. ഇവർക്ക് കൂടുതലും വാശി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വാശി വർദ്ധിച്ചിട്ട് ഇവർ ചില നല്ല രീതിയിലൊക്കെ എത്താറുണ്ട്. പക്ഷേ ഇവർക്ക് കുടുംബസ്വത്ത് ലഭിക്കുകയോ അല്ലെങ്കിൽ സ്വത്തുക്കൾ ഇവർ ഉണ്ടാക്കുകയോ ചെയ്യും. ഇതവരുടെ പ്രത്യേകതയാണ്. ഇവർക്ക് ബിസിനസ്സൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ പോയി ബിസിനസ്സിനുള്ള ഒരു സാമ്പത്തികം ഇവർക്കുണ്ടെങ്കിലും ഇവരാരുടെയും കീഴിൽ ജോലി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നതാണ് ഇവർക്ക് താല്പര്യം. അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഇവർക്ക് കൂടുതലാണ്. ജോലിക്കാരായി നിൽക്കുക, ബിസിനസ് ചെയ്യാതെ. എന്നാൽ ബിസിനസ് ചെയ്താൽ മതി, ആവശ്യമില്ലാത്ത കാര്യത്തിന് പിന്നാലെ പോയി കുത്തുവാക്കുകളോ വഴികളോ കേൾക്കണ്ട എങ്കിലും ഇവർക്ക് പുറത്തു പോയി ജോലി ചെയ്യുന്നതാണ് ഇവർക്ക് ഏറ്റവും താല്പര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു, സാമ്പത്തികമായി ഉയർച്ച വരുന്ന ഒരു ഹസ്തരേഖയെ പറ്റി സംസാരിച്ചു. അതുപോലെ തന്നെ നമുക്ക് 2 നക്ഷത്രങ്ങളെ പറ്റി നമ്മളെ പൊരുത്തം പറഞ്ഞു. ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആളുകളെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അടുത്ത ദിവസം കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിലേക്ക് വന്ന ആളുകളാണെങ്കിൽ, നിങ്ങളാണെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.